അതിൽ പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി പറയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ആ വിഷയം വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ ആലോചിച്ചത് അൻവറിൻ്റെ പരാതിയാണ്. ആ അൻവറിൻ്റെ പരാതിയിൽ ആദ്യഘട്ടത്തിൽ ശശിയുടെ പേരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അദ്ദേഹം ഇപ്പം പാർട്ടിക്കും ഗവൺമെൻറ്റിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഞാൻ കണ്ടിട്ടില്ല. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് എന്നുള്ളത് പാർട്ടിയും വിശദീകരിക്കും. ഗവൺമെൻറ് നിലപാട് എന്തെങ്കിലും വ്യക്തമാക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഓരോരുത്തരുടെ പേരിലും പരാതി വരുമ്പോൾ ആ ഓരോ കേസിലും നിലപാട് പറയുക എന്നുള്ളതല്ല ഗവൺമെൻറ് സ്വീകരിക്കേണ്ടുന്ന സമീപനം. പൊതുവായി ഉള്ള പ്രശ്നങ്ങളിലുള്ള ഒരു പൊതു സമീപനം. ആ പൊതു സമീപനമാണ് ഞാൻ പറഞ്ഞത്. കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടിയാണ്. അതാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം. അതിൽ നിന്ന് ഗവൺമെൻറ് ഒരു കാരണവശാലും പുറകോട്ട് പോകില്ല. ആർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാലും ആ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് വ്യക്തിപരമായിട്ട് ആരെങ്കിലും നോക്കിയിട്ട് അത് വേർതിരിച്ച് കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നോക്കി വേർതിരിച്ച് കാണുക. ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്, ഈ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന UDF ഉണ്ട്. ഇത് രണ്ടായി കഴിഞ്ഞാൽ ഈ രണ്ട് വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഗവൺമെൻറ് ഭരണം നടത്തുന്നത്. അതുകൊണ്ട് ജനങ്ങളോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. ആ നീതി പുലർത്തിക്കൊണ്ടുള്ള സമീപനം കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിശോധിച്ച് നോക്കിക്കോ. കോവിഡിൻ്റെ പ്രശ്നം വന്നില്ലേ, ഇവിടെ പ്രളയങ്ങൾ വന്നില്ലേ, ഓക്കി വന്നില്ലേ, ഈ സന്ദർഭങ്ങളിലെല്ലാം ഗവൺമെൻറ് ജനങ്ങളെ കൂടെ നിർത്തി, ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തിയല്ലേ ഈ വയനാട് ദുരന്തം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ തന്നെയാണ്. പക്ഷേ ചിലർക്ക് ആക്ഷേപം ഉന്നയിച്ചെങ്കിലേ, ആരോപണം ഉന്നയിച്ചെങ്കിലേ സമാധാനമുള്ളൂ. ചിലർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ആരോപണം ഉന്നയിക്കാത്തത് കൊണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്നുള്ളതല്ല. അതിന് ഗവൺമെൻറ് എന്ത് പഠിച്ചു? ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് നമ്മുടെ ഈ അറിയാൻ പറ്റിയ ചോദിച്ചാൽ ഇപ്പോൾ ഈ MR രാജ്കുമാറിനെ പദവി മാറ്റുന്ന കാര്യത്തിൽ ഈ സർക്കാർ പറയുന്ന ന്യായീകരണം എന്തുകൊണ്ട് മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIക്ക് ബോധ്യപ്പെടുന്നില്ല? CPIയോട് നിങ്ങൾ അത് ചോദിക്കും. CPI പറയുന്ന എല്ലാ വിഷയങ്ങളും മറുപടി പറയേണ്ട ആള് ഞാനല്ല. അവരൊരു പാർട്ടിയാണ്. പാർട്ടി എന്നുള്ള നിലയിൽ അവരവരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. ആ നിലപാടും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പറയുന്ന എല്ലാറ്റിനും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനർ മറുപടി പറയണമെന്നത് നിങ്ങൾ വാശി പിടിക്കരുത്. വരട്ടെ ഇതിന്റെ എല്ലാ നിങ്ങൾ ADGPക്കെതിരായിട്ട് സാമ്പത്തിക ADPക്കെതിരായി ഒന്ന് ഞാൻ എന്നെ പറയാൻ അനുവദിക്കുക. ADGPക്കെതിരായ ആരോപണത്തിൽ സാമ്പത്തിക കുറ്റങ്ങളെക്കുറിച്ച് പരിശോധിക്കാനാണ് വിജിലൻസിനെ ചുമതലപ്പെടുത്തിയത്. എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കാനല്ല വിജിലൻസ്. സാമ്പത്തിക കുറ്റങ്ങളെ അതിന് പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ വളരെ വിശദമായിട്ട്. അപ്പം അതുകൊണ്ട് വെയിറ്റ് ADGPക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ പറയുക? ഒരാൾ പറഞ്ഞുതരാൻ ഞാൻ മറുപടി പറയുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? ഞാൻ പറയാം വെയിറ്റ്. അപ്പം അതുകൊണ്ട് ADGPക്കെതിരായ സാമ്പത്തിക കുറ്റത്തിൻ്റെ പ്രശ്നത്തിലാണ് വിജിലൻസ് അന്വേഷണം. മറ്റു വിഷയങ്ങൾ ADGPയുടെ അന്വേഷണത്തിലുണ്ട്. അത് വരട്ടെ. വരുമെന്ന് നിങ്ങൾ സമാധാനിക്കുക, കാത്തിരിക്കുക സമാധാനമായി. എന്നിട്ട് നിങ്ങൾ മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത്രയധികം നിലപാട് എല്ലാ പീഡനങ്ങളും സഹിച്ച് സ്വീകരിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ഏതേ മുഖ്യമന്ത്രി ഉണ്ടോ? നിങ്ങൾ പറ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ പൂരം മാത്രമാണോ അതിൻ്റെ പ്രശ്നം? കേരളാകെ കാണണ്ടേ? അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വളരെ സ്റ്റേണായ നിലപാട് എല്ലാ പ്രശ്നങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. അതിലെന്തിനെങ്കിലും സംശയിക്കുന്നത്? അതിൻ്റെ ഭാഗമാണ് ഈ നടപടി. അദ്ദേഹത്തിനെതിരായി വന്ന പ്രശ്നങ്ങളിൽ പോലും അദ്ദേഹം സ്വീകരിച്ച ഒരു മാതൃകയുണ്ട് നിലപാട് കേരളത്തിൽ. അപ്പം അതെല്ലാം കണ്ടുകൊണ്ടുള്ള സമീപനമായിരിക്കണം എടുക്കേണ്ടത്. എന്താണ്? ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞു.